വർഷം 2024 ഇപ്പോഴും ആൾക്കാർക്ക് എങ്ങനെയാണ് ഒരു നല്ല ലാപ്ടോപ്പ് ചൂസ് ചെയ്യണത് എന്നറിയില്ല. കഴിഞ്ഞ ദിവസം പോലെ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചത് ഒരു 50,000-നും 70,000-നും ഇടയിൽ നല്ല ലാപ്ടോപ്പ് പറഞ്ഞു തരാമെന്ന്. അതായത് ഇപ്പോഴും ആൾക്കാർക്ക് മനസ്സിലായിട്ടുള്ള ഒരു ലാപ്ടോപ്പ് മേടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു പ്രൈസ് പോയിന്റ് അല്ലെങ്കിൽ ഒരു പ്രൈസ് റേഞ്ച് കൊണ്ടുപോയിട്ട് എനിക്ക് നല്ല ലാപ്ടോപ്പ് ഇതിൽ വേണം എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഏതൊരു പ്രൈസ് പോയിന്റും ആയിക്കോട്ടെ, ഏതൊരു ആവശ്യത്തിനും ആയിക്കോട്ടെ, എങ്ങനെ കൃത്യമായ ലാപ്ടോപ്പ് തിരഞ്ഞെടുക്കാം എന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. സോ വീഡിയോ അവസാനം വരെയും കാണുക. ഏതൊരു ലാപ്ടോപ്പ് മേടിക്കാനായിട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ബേസിക് ആയിട്ട് 4 കാര്യങ്ങളാണ് ഓർക്കേണ്ടത്. ഒന്നാമത്തേത് ഡിസ്പ്ലേ. നിങ്ങൾക്ക് ഏത് തരം സ്ക്രീൻ സൈസ് ആണ് കൃത്യമായിട്ട് സ്യൂട്ട് ആവുന്നത്. നിങ്ങൾ വെബ് ബ്രൗസിംഗ് ചെയ്യാൻ, ഇമെയിൽസ് അയക്കാൻ, പെട്ടെന്ന് ക്യാരി ചെയ്ത് കൊണ്ടുപോകണം, പോർട്ടബിൾ ആയിരിക്കണം, ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം 12 ഇഞ്ച് വരെയുള്ള ലാപ്ടോപ്പുകൾ നിങ്ങൾക്ക് നോക്കാം. പക്ഷേ ഇത്തരം ചെറിയ ലാപ്ടോപ്പുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ പോർട്ടുകളുടെ എണ്ണം ഭയങ്കര കുറവായിരിക്കും. കാരണം ലാപ്ടോപ്പ് ഭയങ്കര സ്ലിം ആയിരിക്കും. സോ നിങ്ങൾക്ക് നല്ല പെർഫോമൻസും വേണം, നല്ല പോർട്ടബിലിറ്റിയും വേണം, ക്യാരി ചെയ്യാനും എളുപ്പമായിരിക്കണം, ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, എന്നാൽ സർവോപരി നല്ല ബാറ്ററി ലൈഫും കൂടെ വേണം. ഇങ്ങനെയുണ്ടെങ്കിൽ ഒരു 13 മുതൽ 14 ഇഞ്ചിന്റെ ഒരു ലാപ്ടോപ്പ് നോക്കാം. പക്ഷെ നിങ്ങളൊരു കോളേജ് സ്റ്റുഡന്റ് ആണ്, കോളേജ് പ്രോജക്റ്റുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്റ്റലിലൊക്കെയാണ് സിനിമയൊക്കെ കാണാനായിട്ടാണെങ്കിൽ, എന്റർടൈൻമെന്റ് പർപ്പസ്, പ്രോജക്ട് വർക്ക്, പവർ പോയിന്റ് പ്രസന്റേഷൻ, ഇതിനെല്ലാം 15 to 16 ഇഞ്ചിന്റെ സ്ക്രീൻ സൈസ് ഉള്ളതായിരിക്കും നല്ലത്. കാരണം ഈ ഒരു സ്ക്രീൻ സൈസുള്ള ലാപ്ടോപ്സിൽ അത്യാവശ്യം നല്ല പെർഫോമൻസും കിട്ടും, ബാറ്ററി ലൈഫും കിട്ടും, ലാർജർ ആയിട്ടുള്ള സ്ക്രീനും ഉണ്ട്, പോർട്ടബിലിറ്റിക്കും പ്രശ്നമില്ല. ആൻഡ് ഈവൻ നിങ്ങളൊരു ഗെയിമിംഗ് ലാപ്ടോപ്സ് നോക്കുവാണെങ്കിൽ ഇതായിരിക്കും നിങ്ങൾക്ക് ഐഡിയൽ ആയിട്ടുള്ള സൈസ്. പക്ഷേ ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഒരു ഹാർഡ് കോർ അല്ല, ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ എൻട്രി ലെവൽ ഗെയിമിങ്ങിന്റെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങളൊരു ഹാർഡ് കോർ ഗെയിമർ ആണ്, അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യണം, വീഡിയോ എഡിറ്റ് ചെയ്യണം, ഫോട്ടോ എഡിറ്റ് ചെയ്യണം, റെൻഡർ ചെയ്യണം, CAD ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ആണെങ്കിൽ 17 ഇഞ്ചോ അതിൽ കൂടുതലോ സ്ക്രീൻ സൈസ് ഉള്ള ലാപ്ടോപ്പുകളായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഉചിതം. ഇത്തരം വലിയ സ്ക്രീനുള്ള ലാപ്ടോപ്പുകളായിരിക്കും നിങ്ങൾക്ക് മാക്സിമം ഫീച്ചേഴ്സ്, മാക്സിമം കണക്ടിവിറ്റി എല്ലാം കിട്ടുന്നത്. അതിൽ പോർട്ടബിലിറ്റിക്ക് ഇഷ്യൂ വരും, കാരണം നല്ല ബൾക്കി ആയിരിക്കും സാധനം, കൊണ്ടു നടക്കാൻ പ്രശ്നമായിരിക്കും. പക്ഷേ നിങ്ങൾ ഗെയിമിംഗ് ആണ് ചെയ്യുന്നത്, ഹെവി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഒക്കെയാണ് റൺ ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പ്ലഗിൽ കുത്തിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു പ്രോസസറിനെ, ആ ഒരു ഗ്രാഫിക്സ് കാർഡിന് ഫുൾ പൊട്ടൻഷ്യൽ ഓൺ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോർട്ടബിലിറ്റി എന്നുള്ള കാര്യം അത്യാവശ്യം, കറണ്ട് ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മാത്രം മതി. ഇപ്പൊ സ്ക്രീനിന്റെ സൈസ് ഏകദേശം നിങ്ങൾക്ക് പിടിയിട്ടില്ലേ? ഇനി ഈ ഒരു സൈസ് കണ്ടുപിടിച്ചതിന് ശേഷം പിന്നീട് നിങ്ങൾ ഡിസ്പ്ലേയിലുള്ള ടൈപ്പ് നോക്കുക. LCD ആണോ, VA പാനലാണോ, IPS പാനലാണോ, അല്ല AMOLED സ്ക്രീൻ അല്ലെങ്കിൽ OLED സ്ക്രീൻ ആണോ, ടച്ച് സ്ക്രീൻ ആണോ, ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ്. ഇനി ഡിസ്പ്ലേയുടെ സൈസ് കഴിഞ്ഞാൽ രണ്ടാമത് ഞാൻ നോക്കുന്നത് പെർഫോമൻസ്. നിങ്ങളുടെ കയ്യിൽ 50,000 രൂപ മുടക്കാനുണ്ട്, അല്ലെങ്കിൽ 60,000 രൂപ മുടക്കാനുണ്ടെങ്കിൽ ഭയങ്കര നല്ല പെർഫോമൻസ് ഉള്ള ലാപ്ടോപ്പും കിട്ടും, വളരെ മോശം പെർഫോമൻസ് ഉള്ള ലാപ്ടോപ്പും കിട്ടും. ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരിക്കലും നിങ്ങൾ പ്രൈസ് പോയിന്റിനെ വെച്ചിട്ടൊരു ലാപ്ടോപ്പ് മേടിക്കാനായിട്ട് പോകരുതെന്ന് പറയുന്നത്. നിങ്ങളുടെ യൂസ് ആണ് പ്രാധാന്യം. നിങ്ങൾ ആദ്യമായിട്ടൊരു ലാപ്ടോപ്പ് മേടിക്കാൻ പോവാണ്, എൻട്രി ലെവൽ ലാപ്ടോപ്പ്, നിങ്ങൾ സ്കൂളിൽ പഠിക്കുവാണ്, അല്ലെങ്കിൽ ജസ്റ്റ് +1 +2 ഒക്കെ ആയിട്ടുള്ളൂ എങ്കിൽ എൻട്രി ലെവൽ ലാപ്ടോപ്പ്. ഇന്റലിന്റെ CPUs ആണെങ്കിൽ ഇന്റൽ സെലറോൺ, ഇന്റൽ പെന്റിയം, കോർ i3. AMD ആണെങ്കിൽ AMD Athlon, AMD A സീരീസും Ryzen 3. നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വരുന്ന പണി എന്തായിരിക്കും? വെബ് ബ്രൗസിംഗ് ഉണ്ടാവും, ഇമെയിൽ, മൈക്രോസോഫ്റ്റിന്റെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുക, മൂവീസ് കാണുക, ബേസിക് ആയിട്ടുള്ള കോഡിങ് ചെയ്യുക, ഇതൊക്കെയല്ലേ. അപ്പോൾ ഇതിന് മിനിമം ആയിട്ട്, അതായത് എത്ര കുറയ്ക്കാൻ പറ്റും നോക്കിയാൽ അത്രയും മിനിമം ആയിട്ട് നോക്കുവാണെങ്കിൽ 4 GB റാം എങ്കിലും വേണം. 8 GB ഉണ്ടെങ്കിൽ അത്ര നല്ലത്, പക്ഷേ ബേസിക് മിനിമം 4 GB റാം വേണം. പൊതുവെ എൻട്രി ലെവൽ ലാപ്ടോപ്പുകളിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് കാർഡ് ഉണ്ടാവില്ല. CPU-യുടെ ഉള്ളിൽ തന്നെയുള്ള ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് ആയിരിക്കും ഉണ്ടാവുക. അതായത് നമ്മുടെ ഇന്റൽ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ്, ഇന്റൽ HD ഗ്രാഫിക്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ. പക്ഷേ ആ ഒരു ഗ്രാഫിക്സിന്റെ ഒക്കെ ആവശ്യമേ നിങ്ങൾക്ക് എൻട്രി ലെവൽ ലാപ്ടോപ്പിൽ ഉള്ളൂ. ഇനി നിങ്ങൾ കോളേജിലേക്കൊക്കെ കയറി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കോഡിംഗ് ഒക്കെ ചെയ്യണം. സോ ഒരു മിഡ് റേഞ്ച് ലാപ്ടോപ്പ് നോക്കുവാണ്. മിഡ് ലെവൽ ലാപ്ടോപ്പുകളിൽ നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള കോഡിംഗ് മാത്രമല്ല, കുറച്ചധികം അല്ലറ ചില്ലറ ആപ്ലിക്കേഷൻസ് റൺ ചെയ്യേണ്ടി വരും, മൾട്ടിപ്പിൾ ആപ്സ് റൺ ചെയ്യേണ്ടി വരും, മൾട്ടി ടാസ്കിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഏറ്റവും മിനിമം പോകാൻ പറ്റുന്ന ഇന്റലിന്റെ CPU ആണ് ഇന്റൽ കോർ i5. AMD സീരീസിലാണെങ്കിൽ ഏറ്റവും മിനിമം പോകാൻ പറ്റുന്നത് AMDയുടെ Ryzen 5 സീരീസ്. ആൻഡ് ഇത്തരം മൾട്ടി ടാസ്കിംഗ് ചെയ്യേണ്ട ലാപ്ടോപ്പുകളിൽ മിനിമം 8 GB റാം എങ്കിലും വേണം. സോ എൻട്രി ലെവലിൽ നമ്മൾ 4 GB ആണ് പറഞ്ഞത്, ഇതിൽ 8 GB മിനിമം വേണം. 16 GB ഒക്കെ ആണെങ്കിൽ എത്രയും നല്ലത്, ബട്ട് മിനിമം 8 GB. ഇനി ഗ്രാഫിക്സ് കാർഡ് പല ബ്രാൻഡിന്റെ ലാപ്ടോപ്പുകൾ അനുസരിച്ച് മാറാറുണ്ട്. ചിലത് ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ആയിരിക്കും, പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും നേരത്തെക്കാളും. ചിലത് ഡെഡിക്കേറ്റഡ് ആയിട്ട്, ഇപ്പോൾ NVIDIA MX ഗ്രാഫിക്സ് ഒക്കെ ഇല്ല, അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡുകളും ഉണ്ടാവും. അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്താണ്. ഇപ്പോൾ ഫോട്ടോഷോപ്പ്, വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് ഉള്ളതിലേക്ക് പോവാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബേസിക് കാര്യങ്ങൾ
കാര്യങ്ങൾക്കെല്ലാം തന്നെ ഇന്റൽ അല്ലെങ്കിൽ അതേപോലെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡുകൾ തന്നെ ധാരാളം. ഇനി നിങ്ങൾ കുറച്ചുകൂടി അപ്ഗ്രേഡ് ആയിട്ട് നിങ്ങൾ ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് എത്തിയിരിക്കുവാണ്, നിങ്ങൾക്ക് നല്ല ഒരു ഹാർഡ് കോർ ലാപ്ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ മിനിമം ഇന്റലിന്റെ ഒരു i7 പ്രോസസർ ഓർ എബോവ് വേണം. മിനിമം i7 വേണം. അതേപോലെ AMD CPU ആണ് നോക്കുന്നതെങ്കിൽ AMD Ryzen 7 എങ്കിലും വേണം മിനിമം. നിങ്ങൾക്ക് വളരെ ഹെവി ആയിട്ടുള്ള പ്രൊഫഷണൽ ആപ്ലിക്കേഷൻസ്, ഞാൻ പറഞ്ഞ പോലെ CAD അല്ലെങ്കിൽ ഓട്ടോഡെസ്കുമായ 3D റെൻഡറിങ്, അങ്ങനത്തെ ഹെവി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. മൾട്ടി ത്രെഡഡ് കോഡിംഗ് ഉണ്ട്, ഡേറ്റ പ്രോസസ്സിംഗ്, വീഡിയോ എഡിറ്റിംഗ്, ഹെവി ആയിട്ടുള്ള ഗെയിമിംഗ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിലാണ് ഇത്തരത്തിലുള്ള ലാപ്ടോപ്സ് നോക്കേണ്ടത്. ഇവിടെ റാമിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. മിനിമം 16 GB റാം എങ്കിലും വേണം. ആൻഡ് ഈ ഒരു കാര്യത്തിൽ ഡെഫിനറ്റ്ലി മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ്. ഈ ഒരു വർക്കിന് നിങ്ങളുടെ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് പറ്റില്ല, അത് പണിയെടുത്ത് പ്രാന്താവും. സോ നിങ്ങൾക്ക് ഒരു ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് വേണം. ഏത് NVIDIAയുടെ ഗ്രാഫിക്സ് കാർഡുകളുണ്ട്, NVIDIAയുടെ GTX സീരീസ് ഉണ്ട്, RTX സീരീസ് ഉണ്ട്. സോ നിങ്ങളുടെ ആ ഒരു യൂസ് അനുസരിച്ച് എത്ര GB ഗ്രാഫിക്സ് കാർഡ് വേണം ഡെഡിക്കേറ്റഡ് നോക്കാം. പക്ഷേ ഡെഡിക്കേറ്റഡ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഇനി ഈ രണ്ട് കാറ്റഗറി കഴിഞ്ഞാൽ മൂന്നാമതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും എന്നാൽ പല ആൾക്കാരും വിട്ടുപോകുന്ന, എന്നാൽ നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് തന്നെ ആ ഒരു കാര്യത്തിലായിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ആ ഒരു കാറ്റഗറിയാണ് സ്റ്റോറേജ്. 3 തരം സ്റ്റോറേജുകൾ നമുക്ക് ലാപ്ടോപ്പിൽ കാണാം. ഒന്നാമത്തേത് ബേസിക് ആയിട്ടുള്ള ഹാർഡ് ഡിസ്കുകൾ, HDD ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. രണ്ടാമത്തേത് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് അല്ലെങ്കിൽ SSD. മൂന്നാമത്തെ ടൈപ്പ് സോളിഡ് സ്റ്റേറ്റിന്റെയും ഹാർഡ് ഡിസ്കിന്റെയും ഒരു ഹൈബ്രിഡ് വെർഷൻ. പണ്ട് കാലത്ത് വന്നിരുന്ന എല്ലാ ലാപ്ടോപ്പുകളിലും ഹാർഡ് ഡിസ്കുകൾ മാത്രമാണ് ഉണ്ടായത്. SSD എന്ന് പറഞ്ഞ കാര്യം വളരെ റെയർ ആയിരുന്നു. ഹാർഡ് ഡിസ്കുകളുടെ പ്രശ്നം എന്താ വെച്ചാൽ ഹാർഡ് ഡിസ്ക് ആണ്, അതിനകത്ത് ആക്ച്വലി ഒരു സാധനം സ്പിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റീഡ് റൈറ്റ് സ്പീഡുകളെല്ലാം ഭയങ്കര കുറവായിരിക്കും SSD ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു എൻട്രി ലെവൽ ലാപ്ടോപ്പാണ് നോക്കുന്നത്. വീട്ടാവശ്യത്തേക്ക് അല്ലെങ്കിൽ ചെറിയ ബിസിനസ് ആവശ്യത്തേക്ക് പ്രസന്റേഷനൊക്കെ ഉണ്ടാക്കുക, അങ്ങനത്തെ അല്ലറ ചില്ലറ സ്കൂൾ പരിപാടിക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹാർഡ് ഡിസ്ക് സാധാരണ HDD മതി. അതിലെല്ലാം വിടും ബ്രൗസിങ്, ഇമെയിൽ അയക്കുക, ഓഫീസ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുക. ഹാർഡ് ഡിസ്കുകളിലുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറഞ്ഞ പ്രൈസിൽ കൂടുതൽ സ്റ്റോറേജ് കിട്ടും എന്നുള്ളതാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങളൊരു എൻട്രി ലെവൽ ലാപ്ടോപ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് കുറവായിരിക്കും. കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഹാർഡ് ഡിസ്കുകളാണെങ്കിൽ കൂടുതൽ സ്റ്റോറേജ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, കുറേ നേരം ഞാൻ SSD എന്ന് പറയുന്നത് എന്താണ് SSD എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. സോ ഈ ഒരു മാക്ബുക്ക് നിങ്ങൾ കണ്ടില്ലേ, ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു SSD ആണ്, അഥവാ ഒരു സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ആണ്. SSD എന്ന് പറയുന്നത് നിങ്ങളൊരു ഹെവി ഗെയിമർ ആണ് അല്ലെങ്കിൽ ഹെവി മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഫോട്ടോഷോപ്പ് അങ്ങനത്തെ ഹെവി സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ട്, കൂടാതെ ഫ്രീക്വന്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ലാപ്ടോപ്പുകൾ നോക്കുന്നുണ്ട്. ഇവർക്കൊക്കെയാണ് SSD ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ. കാരണം ലൈറ്റ് വെയിറ്റ് എന്ന് മാത്രമല്ല, SSDകൾ കുറവ് ബാറ്ററി മാത്രമേ കൺസ്യൂം ചെയ്യുള്ളൂ. സോ കുറച്ചുകൂടെ ബെറ്റർ ബാറ്ററി ലൈഫ് ഉണ്ടാവും, കുറച്ചുകൂടെ പോർട്ടബിലിറ്റി ഉണ്ടാവും. വിൻഡോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ചട്ടപ്പട്ടയെന്നായിരിക്കും, പെട്ടെന്ന് ബൂട്ടാവും. മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് റൺ ചെയ്യുമ്പോൾ അത് സ്വിച്ച് ചെയ്യുമ്പോൾ പോലും ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. സോ മൊത്തത്തിൽ പവർ എഫിഷ്യൻ്റ് ആണ്, ഭയങ്കര സ്പീഡിലുള്ള സ്റ്റോറേജ് ആണ്. ഒരേ ഒരു പ്രശ്നമേ SSDക്കുള്ളൂ. ഹാർഡ് ഡിസ്കിന് നിങ്ങൾ ഇപ്പോൾ ഇത്ര രൂപ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്ര GB ആണ് കിട്ടുന്നതെങ്കിൽ അതേ എമൗണ്ട് നിങ്ങൾ SSDയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കുറവ് സ്റ്റോറേജ് മാത്രമേ ലഭിക്കുള്ളൂ. SSD എക്സ്പെൻസീവ് ആണ്. നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ടിന് കിട്ടുന്ന സ്റ്റോറേജ് ഭയങ്കര കുറവായിരിക്കും. സോ കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ നല്ല പോലെ ഗുണവും SSDയിലുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് വരുന്നൊരു ചോദ്യം, എനിക്ക് ബഡ്ജറ്റ് ടൈറ്റ് ആണ് പക്ഷെ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള ലാപ്ടോപ്പ് വേണം. ഇത്തരത്തിലുള്ള ആൾക്കാർക്കാണ് ഹൈബ്രിഡ് സ്റ്റോറേജ് ഉള്ള ലാപ്ടോപ്പ്. ഹൈബ്രിഡ് സ്റ്റോറേജ് ഉള്ള ലാപ്ടോപ്പുകൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഹാർഡ് ഡിസ്കും ഉണ്ടാവും, SSDയും ഉണ്ടാവും. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വിൻഡോസ് അതേപോലെ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് മൾട്ടി ടാസ്കിങ് നിങ്ങൾക്ക് സ്ഥിരം യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾ SSDയിലായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എന്നാൽ എപ്പോഴും നിങ്ങൾ ഓപ്പൺ ചെയ്യാത്ത ഫയലുകൾ, ഫോട്ടോസ് അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്കപ്പ് ഒക്കെ എടുത്ത് വെക്കുന്ന സ്റ്റോറേജ്, ഇത് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ഹാർഡ് ഡിസ്കിലായിരിക്കും വെച്ചിരിക്കുക. സോ നിങ്ങളൊരു പ്രൈസ് പോയിന്റ്, നിങ്ങളൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കുറച്ച് സ്റ്റോറേജ് ഉള്ള SSDയും കുറേ അധികം സ്റ്റോറേജ് ഉള്ള ഹാർഡ് ഡിസ്കും കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന വിൻഡോസ് പോലെയുള്ള ആ ഒരു OS എല്ലാം SSDയിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് ലാപ്ടോപ്പ് ഓൺ ആവും, മൾട്ടി ടാസ്കിങ് പെട്ടെന്നായിരിക്കും. വല്ലപ്പോഴും ഓപ്പൺ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഹാർഡ് ഡിസ്കിൽ സേവ് ചെയ്ത് വെക്കും എന്നുള്ളതുകൊണ്ട് SSDയുടെ സ്പേസ് പോകുന്നുമില്ല. സോ 3 കാറ്റഗറി നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? സ്ക്രീനിൻ്റെ സൈസിൻ്റെ കാര്യം ക്ലിയർ ആയി, പെർഫോമൻസ് എങ്ങനെയാണ് പ്രൊസസർ ചൂസ് ചെയ്തതെന്നുള്ള ക്ലിയർ ആയി, ആൻഡ് നിങ്ങളുടെ സ്റ്റോറേജ് ടൈപ്പ് ഏത് വേണമെന്ന് ക്ലിയർ ആയി. ആൻഡ് 4ാമത്തെ കാറ്റഗറിയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഒട്ടനവധി ചോയ്സുകളുണ്ട്. പ്രധാനമായിട്ട് നമുക്കുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിൻഡോസ് ആണ്. പിന്നെ ഉള്ളത് ആപ്പിൾ മാക് ലാപ്ടോപ്പുകളിൽ മാത്രം വരുന്ന macOS ആണ്. പിന്നെ ബൈ ഡിഫോൾട്ട് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാതെ വരുന്ന ലാപ്ടോപ്പുകളിൽ ലിനക്സ് അല്ലെങ്കിൽ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്ത് വന്നിട്ടുണ്ടാവും. ആൻഡ് ഫൈനലി സ്റ്റുഡൻസ് ഒക്കെ വാങ്ങിക്കുന്ന ക്രോം ബുക്കുകളിനകത്തുള്ള ക്രോം OS.
സോ ഈ 4 OSകളിൽ നിങ്ങൾ ഏത് OS ചൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വെർസറ്റൈലായിട്ട്, അതായത് നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾക്ക് യാതൊരു തടസ്സവും വരാതെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിൻഡോസ് ഇസ് ദ ബെസ്റ്റ്. കാരണം ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ സപ്പോർട്ട് ഉള്ളത് വിൻഡോസ് ആണ്. നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെങ്കിൽ അവിടുത്തെ ഏത് കമ്പ്യൂട്ടറിലായാലും വിൻഡോസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെയും വിൻഡോസ് ആയിരിക്കും. കോമൺ ആയിട്ട് എല്ലാവരുടെയും കയ്യിലുള്ളത് വിൻഡോസ് ആണ്. ആൻഡ് വിൻഡോസിന്റെ കാര്യം നിങ്ങൾക്കറിയാം, സോഫ്റ്റ്വെയർ സപ്പോർട്ട് മാത്രമല്ല ഗെയിമിങ്ങിന്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് ഗെയിംസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും വിൻഡോസ് തന്നെയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ പണ്ട് തൊട്ടേ നമ്മൾക്ക് അറിയാവുന്നതുകൊണ്ട് വിൻഡോസ് ഇസ് ദ ഫസ്റ്റ് പ്രിഫറൻസ്. എന്നാൽ നിങ്ങൾ എൻട്രി ലെവൽ ലാപ്ടോപ്പാണ് നോക്കുന്നത്, ബഡ്ജറ്റ് കുറവാണ്, ഹാർഡ്വെയർ അത്ര പോരാ എന്നുണ്ടെങ്കിൽ വിൻഡോസ് ഒന്നും അത് താങ്ങില്ല. അത്തരത്തിലുള്ള ലാപ്ടോപ്പുകൾ വരുന്നതാണ് ക്രോം OS. ക്രോം OSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ ഭയങ്കര കുറവ് മതി. ആൻഡ് ഗൂഗിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം തന്നെ നല്ല സപ്പോർട്ട് ഉണ്ട്. ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, യൂസ് ചെയ്യുക. ഒരേ ഒരു കാര്യം, മോസ്റ്റ് ഓഫ് ദ ടാസ്കുകൾക്ക് നിങ്ങൾക്ക് ഒരു ഇന്റർനെറ്റ് കണക്ടിവിറ്റി വേണ്ടി വരും എന്നുള്ളതാണ് ക്രോം OSൽ. കാരണം ഒരു ലൈറ്റ് വെയിറ്റ് OS ആണ്, എല്ലാം ലാപ്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്തിട്ടല്ല ഇരിക്കുന്നത്. പക്ഷെ പറഞ്ഞ പോലെ സ്കൂളിലൊക്കെയാണ് പഠിക്കുന്നത്, മൾട്ടി ടാസ്കിംഗ് ഒക്കെ ചെയ്യണം, ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കണം, ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കണം, അല്ലെങ്കിൽ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് അസൈൻമെന്റിന് വേണ്ടിയിട്ട് വെബ് സെർച്ച് ചെയ്യണം, ഒന്ന് യൂട്യൂബൊക്കെ കാണണം, പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ക്രോം OS നിങ്ങൾക്കുള്ളതാണ്. ഇനി നിങ്ങളൊരു മാക് ബുക്ക് ആണ് എടുക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി അതിനകത്ത് വരുന്നതായിരിക്കും മാക് OS. മാക് ബുക്ക് ബേസിക്കലി ആൾക്കാർ എടുക്കുന്നത് 2 കാര്യത്തിനാണ്. ഒന്ന്, നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്, 2 നല്ല പെർഫോമൻസ് ഉണ്ട്. നിങ്ങളൊരു വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്ന ആളാണ്, ഫോട്ടോ എഡിറ്റിംഗ് ചെയ്യുവാണ്, നിങ്ങളൊരു ബിസിനസ് ആവശ്യത്തിനാണ്, നിങ്ങൾക്ക് എപ്പോൾ ലാപ്ടോപ്പ് ഓൺ ആയി കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ ഓടണം, യാതൊരു ലാഗും വരാൻ പാടില്ല, ഇത്തരത്തിലുള്ള ചിന്താഗതിയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കാണ് മാക് ബുക്ക്. ആൻഡ് മാക് OS ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യും. ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വിൻഡോസ് പോലെ നിങ്ങൾക്ക് ക്രാക്ക് ആപ്ലിക്കേഷൻസ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് മാക്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അത്ര എളുപ്പമല്ല, അത്ര ആപ്ലിക്കേഷൻസ് കിട്ടാറില്ല. ആൻഡ് മൈക്രോസോഫ്റ്റിൻ്റെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രാക്ക് അല്ല ഒറിജിനലാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ അത് പെയ്ഡാണ്, അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടില്ല. ആൻഡ് ഫൈനലി ലിനക്സ്, നിങ്ങളൊരു കോഡിംഗ് എന്തൂസിയാസ്റ്റ് ആണ്, കോഡിംഗ് ചെയ്യാൻ വേണ്ടി ഒരു ലാപ്ടോപ്പ് മേടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ലിനക്സിൻ്റെ OS ആണ് കിട്ടുന്നതെങ്കിൽ കോഡേഴ്സിന് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആണത്. പ്ലസ് ലിനക്സിന് ലൈസൻസും കാര്യങ്ങളൊന്നും എടുക്കേണ്ട, ഓപ്പൺ സോഴ്സ് ആണ്, ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം ഏതൊരു ലാപ്ടോപ്പിലും. അതുകൊണ്ട് തന്നെ ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. പ്ലസ് ലിനക്സ് യൂസ് ചെയ്യുന്നത് വിൻഡോസും മാക്കും പോലെ അത്ര യൂസർ ഫ്രണ്ട്ലി അല്ല. ലിനക്സിൻ്റെ പല തരം വേർഷൻസ് ഉണ്ട്, ഇപ്പോൾ ഉബുണ്ടു അങ്ങനത്തെ പല വേർഷൻസ് ഉണ്ട്. നിങ്ങളുടെ ഒരു സ്യൂട്ടബിലിറ്റി അല്ലെങ്കിൽ യൂസ് അനുസരിച്ച് നിങ്ങൾക്ക് ലിനക്സ് ഏതാണ് ചൂസ് ചെയ്യാം. സോ ഈ 4 കാറ്റഗറിയിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു ഐഡിയ കിട്ടിയെങ്കിൽ പിന്നെ നിങ്ങളുടെ ലാപ്ടോപ്പ് ഫൈനലൈസ് ചെയ്യുന്നത് ഭയങ്കര എളുപ്പമാണ്. കാരണം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ലാപ്ടോപ്പിൽ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. അതായത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാപ്ടോപ്പ് തിരഞ്ഞെടുക്കാൻ ഇത്രയും കാര്യങ്ങൾ മതി. ഇനി ഇതിന് മുകളിൽ നിങ്ങൾക്ക് USB പോർട്ടുകളുടെ എണ്ണം, അതേപോലെ HDMI പോർട്ടാണോ ഉള്ളത്, USB Type-C പോർട്ടാണോ ഉള്ളത്, ബാറ്ററി എത്ര വോട്ടേജ് ആണ്, സ്ക്രീനിൻ്റെ ആ ഒരു ടൈപ്പ്, അതിനകത്തുള്ള സ്പീക്കേഴ്സിൻ്റെ എണ്ണം, അതിൻ്റെ ക്വാളിറ്റി, ഇങ്ങനത്തെ അല്ലറ കാര്യങ്ങളെല്ലാം ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് റിസർച്ച് നടത്തുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാപ്ടോപ്പ് നിങ്ങളുടെ ബഡ്ജറ്റിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ നിങ്ങളൊരു ലാപ്ടോപ്പ് മേടിക്കാൻ നോക്കുവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് ആരെങ്കിലും ലാപ്ടോപ്പ് മേടിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയ ഉറപ്പാണ് ചാനൽ ചെക്ക് ചെയ്യാനും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊഴിൽ ബെല്ലിലേക്ക് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.